കോഴിക്കോട് ഫറോക്ക് പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ഒരാൾ ചാടി. അതുവഴി വന്ന കാർ യാത്രക്കാരനാണ് ഒരു മധ്യവയസ്കൻ പുഴയിലേക്ക് ചാടുന്നത് കണ്ടത്. ഷഹദ് റഹ്മാൻ കോഴിക്കോടും ചേരുന്നത് കൂടുതൽ വിവരങ്ങളുമായി. ഷഹദ്, അവിടെ മീൻചന്തയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തി തെരച്ചിൽ നടത്തിയിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഈ ചാടിയയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഇത് ആരാണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? പ്രജിൻ, നിലവിൽ ഇപ്പോൾ തിരച്ചിൽ അവസാനിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതുതായിട്ട് ലഭിക്കുന്ന വിവരം. ഈ രാത്രിയിലെ തിരച്ചിൽ അത് വളരെ ദുഷ്കരമാണ് എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. നാളെ രാവിലെ വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഫയർഫോഴ്സുമായി ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാലത്തിന്റെ, അതായത് ഫറൂഖ് പുഴയുടെ പാലത്തിന്റെ മധ്യഭാഗത്ത് നിന്നാണ് ഒരാൾ പുഴയിലേക്ക് ചാടിയിട്ടുള്ളത്. പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അതുവഴി വന്ന കാർ യാത്രക്കാരാണ് ഒരാള് മധ്യഭാഗത്ത് നിന്നും പുഴയിലേക്ക് ചാടുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. മധ്യവയസ്കനാണ് ചാടിയത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇവർ തന്നെയാണ് ഉടൻ തന്നെ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുന്നത്. തുടർന്നാണ് ഫയർഫോഴ്സും അതുപോലെ തന്നെ നാട്ടുകാരും പോലീസും എല്ലാവരും ചേർന്ന് ഈ തിരച്ചിൽ ആരംഭിച്ചിട്ടുള്ളത്. ആരാണ് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത കൈവന്നിട്ടില്ല. എന്തായാലും നിലവിൽ ഇപ്പോൾ തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. നാളെ രാവിലെ പുനരാരംഭിക്കും. ശരി, എന്തായാലും ആരാണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പം തന്നെ അവിടെ അതുവഴി വന്ന കാർ യാത്രക്കാർ പറഞ്ഞ വിവരം അനുസരിച്ചാണ് ഇപ്പോഴത്തെ ഈ തിരച്ചിൽ നടത്തിയത്. നാളെയും തിരച്ചിൽ തുടരുമെന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സ് അറിയിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.